അർദ്ധരാത്രി. ലോകം മുഴുവൻ ഉറക്കത്തിലായിരുന്നു. പക്ഷേ ഒരു ചെറിയ വീട്ടിലെ മുസല്ലയിൽ ഒരു സ്ത്രീ മാത്രം കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേര് സൈനബ. 8 വർഷമായി ഓരോ തഹജ്ജുദ് രാത്രിയിലും അവളുടെ ചുണ്ടുകളിൽ ഒരേയൊരു ദുആ മാത്രം: റബ്ബേ, എനിക്ക് ഒരു കുഞ്ഞിനെ തരണമേ. കണ്ണീർ കൊണ്ട് നനഞ്ഞ മുസല്ല, വിറയ്ക്കുന്ന കൈകൾ. പക്ഷേ അള്ളാഹുവിലുള്ള പ്രത്യാശ മാത്രം ഒരിക്കലും തകർന്നില്ല. ബന്ധുക്കൾ ചോദിക്കും, ഇത്ര വർഷമായിട്ട് കുഞ്ഞില്ലേ? ചിലർ സഹതപിക്കും, ചിലർ പരിഹസിക്കും. പക്ഷേ സൈനബ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ റബ്ബ് വൈകിപ്പിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് തന്നെയായിരിക്കും നൽകുക. അങ്ങനെ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവളുടെ ദുആ സ്വീകരിക്കപ്പെട്ടു. പ്രസവമുറിയുടെ വാതിൽ തുറന്നു. നേഴ്സ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൈനബയ്ക്ക് ആൺകുഞ്ഞാണ്. ആ വാർത്ത കേട്ട നിമിഷം സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആശുപത്രിയുടെ വരാന്തയിൽ ഭർത്താവ് ഫാറൂഖ് തണുത്ത തറയിൽ സുജൂദിൽ വീണു. അൽഹംദുലില്ലാഹ്, റബ്ബേ നിനക്ക് സ്തുതി. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷേ ആ സന്തോഷം 3 ദിവസം മാത്രമേ നീണ്ടുനിന്നു. 4-ാം ദിവസം ഡോക്ടർ അവരെ മുറിയിലേക്ക് വിളിച്ചു. മുഖത്ത് പുഞ്ചിരി ഇല്ലായിരുന്നു. ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ചില ശാരീരിക വൈകല്യങ്ങളുണ്ട്. സാധാരണ കുട്ടികളെ പോലെ വളരാൻ ബുദ്ധിമുട്ടാകും. ആ വാക്കുകൾ മിന്നൽ പോലെ അവളുടെ ഹൃദയത്തിലേക്ക് വീണു. ഫാറൂഖിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ സൈനബ വിറയ്ക്കുന്ന കൈകളാൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇത് എൻ്റെ റബ്ബ് എനിക്ക് തന്ന അമാനത്താണ്. ലോകം എന്ത് പറഞ്ഞാലും എൻ്റെ മോൻ മതി. പക്ഷേ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ പരീക്ഷണം അവിടെ അവസാനിച്ചില്ല. അവിടെയായിരുന്നു യഥാർത്ഥ പരീക്ഷണം തുടങ്ങി.